ഈസ്യെggcurryയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ക്വിക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എഗ്ഗ് കൊണ്ട്, അതായത് മുട്ടത്തൊക്ക്, എഗ്ഗ് തൊക്ക് എന്നൊക്കെ പറയുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും നോടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മുട്ടത്തൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മുടെ ഇവിടെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരു വലിയ സവാള നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, 2 പച്ചമുളകും അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, 2 ടൊമാറ്റോ പൂരിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ കപ്പിലിട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കാണ്. വെളിച്ചെണ്ണയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിപ്പോൾ മറ്റേ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം വേണം, ഉപ്പ് വേണം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗ് ആണ്. എഗ്ഗ് ഞാൻ ഒരു 5 എണ്ണം, നല്ല ഹാർഡ് ബോയിൽഡ് എഗ്ഗ് ആണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടല്ല, നല്ല നമുക്ക് ക്യൂബായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് സ്പൈസ് പൗഡേഴ്സ്, അത് മുളക് പൊടി 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മുട്ടത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവണം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പെരിഞ്ചീരകവും കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വന്നു തുടങ്ങിയിട്ട് ആ സമയത്ത് നമുക്ക് മുളകും നമ്മുടെ സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ട്രാൻസ്ലൂസന്റ് ആവണ വരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ റോ സ്മെല്ല് പോണ വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ റോ സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ പൂരിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ടൊമാറ്റോ നന്നായിട്ട് കുക്കായി വരണം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പൊ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ, എഗ്ഗ് ഒന്ന് ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മള് ടൊമാറ്റോ നന്നായിട്ട് കുക്ക് ചെയ്തു കേട്ടോ. അതായത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരണം. നമ്മുടെ ഗ്രേവി തിളച്ചു തുടങ്ങിയിട്ട് ആ സമയത്ത് നമ്മൾ ക്യൂബ്സ് ആക്കി വെച്ചിരിക്കണം എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ടോസ് ചെയ്തെടുക്കാം കേട്ടോ. പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഇത് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ സൂപ്പർ എഗ് കറി, എഗ് തൊക്ക് റെഡി ആയി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചപ്പാത്തിക്കും ചോറിനും പറ്റിയിട്ടുള്ള സൂപ്പർ ഒരു കോമ്പിനേഷൻ ആണ് അത്. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയിട്ടൊക്കെ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ ചെയ്തുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഈ മസാലയ്ക്കൊക്കെ ഈ മഞ്ഞക്കരു, അതായത് നമ്മുടെ ഇതൊക്കെ പുഴുങ്ങിയത് ഒന്ന് പൊടിഞ്ഞു വന്നിട്ട് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ.
ഇത് നമ്മുടെ സൂസൻ ആണ്, എന്റെ ബ്രദറിന്റെ മോളാണ് കേട്ടോ. ഇവള് നമ്മുടെ ചില ഡിഷുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പറാന്ന് പറയാറുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിക്ക് ചോറിനൊക്കെ സൂപ്പറാണ്. ഇടിയപ്പൊക്കെ അടിപൊളിയായിരിക്കും. അതെ, ഇടിയപ്പത്തിന് സൂപ്പറാന്ന് പറയണേ. അപ്പൊ നമുക്ക് അടുത്തതാണ് സൂസൻ തന്നെ കൊണ്ടുവരാം പറ്റിയ. ഇടയ്ക്ക് വല്ലപ്പോഴാണ് ഫ്ലാറ്റിലേക്ക് വന്ന് കയറാട്ടോ. അപ്പൊ ഇന്ന് വന്ന് പെട്ടപ്പോ ഞാൻ ഇവിടെ വന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാ ടേസ്റ്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ബൈ.